എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ വെള്ളിയാഴ്ചയല്ലായിരുന്നു. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ശിവരാത്രിക്ക് ശിവക്ഷേത്രത്തിൽ പോയില്ല, ഭയങ്കര തിരക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നലെ എന്നാൽ ശിവക്ഷേത്രത്തിലും അതേപോലെ തന്നെ നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം മത്രയിലാണ് ഈ നമ്മുടെ ശിവക്ഷേത്രം ഉള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പിന്നെ ഗാലയിൽ വന്നിട്ട് അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗാലയിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അവിടെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് കൂടെ പോകുമ്പോഴെല്ലാം ഈ സ്ഥലം കാണാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് നമുക്ക് പോകേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് നമ്മൾ സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ദേ ഈ കാണുന്നത് മൊത്തം ആലുകളാണ്. ആ ആലുകളിൽ നിന്ന് ഇങ്ങനെ വേരുകൾ താഴോട്ട് ദേ കിടപ്പുണ്ട്. അപ്പോൾ അതിരിക്കുട്ടനെ അതിലൊന്ന് പിടിച്ച് ഇങ്ങനെ തൂങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയത് നല്ല ബലമായിരുന്നു കേട്ടോ ആ ആലിൻ്റെ വേരിന്. പണ്ട് കുട്ടിക്കാലത്ത് ഇതേപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ ഇതേപോലെ ആലുണ്ട്. അപ്പം വലിയ ആലിൻ്റെ വേരുകൾ ഇങ്ങനെ വന്നിട്ട് കിടക്കുമ്പോൾ അതിൽ പിടിച്ച് ഇങ്ങനെ ഊഞ്ഞാലാടി പോകുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ആലിൻ്റെ വേരിന് അത്രത്തോളം ബലമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതിരിക്കുട്ടനെ ഇങ്ങനെ അതിലോട്ട് അവനത് കണ്ടപ്പോഴത്തേക്കും അതിലൊന്ന് തൂങ്ങി കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചു. എന്നിട്ട് അതിരിക്കുട്ടൻ്റെ കൂടെ ഊഞ്ഞാലാടാൻ പറഞ്ഞതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഗാലാപ്പള്ളി. അപ്പോൾ ആ പള്ളി ഒരു വലിയ പള്ളിയാണ്. അതിന് ഒരു ദിവസം ഒരു വീഡിയോയ്ക്ക് തന്നെ ആ പള്ളിയും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം പറയാനുണ്ട്. അപ്പം നമുക്ക് അതൊരു ദിവസം കാണാം കേട്ടോ. അങ്ങനെ ആ ഗാലയിലുള്ള ആ നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങളീ പോയ സമയത്തിന് നോമ്പ് തുറയൊക്കെ ആവാറായ ഒരു ടൈമായിരുന്നു. അപ്പോൾ അവിടേക്ക് ആളുകൾ ഇതേപോലെ പായൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ആയിട്ട് നോമ്പ് തുറക്കാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ അതിനപ്പുറത്തോട്ട് കുറേ പേരിൽ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടിയാണെങ്കിൽ അതിലേക്കൂടെ ഒരു പട്ടിയും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, നല്ല പച്ചപ്പായ ഇങ്ങനെ വിരിച്ചിട്ടുള്ള പുൽമേട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇരിക്കാനും കിടക്കാനും എല്ലാം തോന്നും. അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ അവർ രാവിലെ ഏകദേശം ഒരു 3-4 മണിക്കൂറും ഇങ്ങനെ വെള്ളം അതിനെല്ലാം അവിടെ എല്ലാം ഇങ്ങനെ നനച്ച് നല്ല ഇതാക്കി ഇട്ടേക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നു. പിന്നെ ഒരുപാട് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ മത്രയിലേക്ക് പുറപ്പെട്ടു. അന്നേരം അതിരിക്കുട്ടൻ പറഞ്ഞു അവന് കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് കളിക്കണം. അന്നേരം വണ്ടിയിൽ സൈക്കിൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു നമുക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് സമയമുണ്ടെങ്കിൽ പാർക്കിൽ പോവാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ ചെരുപ്പ് അങ്ങോട്ട് മാറ്റി ഇട്ടിരുന്നത് അതിരിക്കുട്ടൻ എടുത്തുകൊണ്ട് തന്നതാണ്. അപ്പോൾ ഇട്ടോ അമ്മൂസേ എന്നും പറഞ്ഞുകൊണ്ടുണ്ടോ. അപ്പോൾ ഇനി ഭയങ്കര സന്തോഷമായി കേട്ടോ. അതിരിക്കുട്ടൻ ഞങ്ങളെല്ലാം ഭയങ്കര കെയർ ചെയ്യും. അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ ഞങ്ങൾ നിന്നു. പിന്നെ കുറച്ച് നേരം ഇരുന്നു. എനിക്കാണെങ്കിൽ ആ ആലിൻ്റെ വള്ളി കണ്ടിട്ടൊന്ന് ഊഞ്ഞാലാടണമെന്നുണ്ടായിരുന്നു. പക്ഷേ പൊട്ടിയെങ്ങാനും വീണാലോ എന്ന് വിചാരിച്ചിട്ട് അത് ഊഞ്ഞാലൊന്നും ആടിയില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ താമസിയാതെ തന്നെ ഞാൻ പറഞ്ഞ പട്ടിക്കുട്ടനെയും കൊണ്ട് പോകുന്നുണ്ടായിരുന്ന ഒരു കുട്ടി, അതാണ് മത്രയിലെത്തി. ആ കാണുന്നത് സുൽത്താൻ്റെ കപ്പലാണ്. പിന്നെ അതുകൂടാതെ അങ്ങ് ഉള്ളിലോട്ട് ഒരു 3-4 കപ്പലുകളും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. അമ്പലമല്ല ഇപ്പം 6 മണിയായിട്ടേ തുറക്കത്തുള്ളൂ. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം 6:30 ആയിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ എല്ലാം നല്ല പൂക്കളും ചെടികളും എല്ലാം നല്ല ഭംഗിക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പലതരത്തിലുള്ള പൂക്കളൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ അങ്ങോട്ട് കയറുമ്പോൾ ഉള്ള ഒരു ഗേറ്റ്, ആദ്യത്തെ ഗേറ്റാണ്. അതൊക്കെ നന്നായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയി അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പം ഇന്ന് വടമാലയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വട വെച്ചിട്ട് കിട്ടി, ആപ്പിൾ കിട്ടി. അതേപോലെ തന്നെ ഈ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങാപ്പൂള്, അതിങ്ങനെ അരിഞ്ഞിട്ട് വെച്ചേക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് അവിടുന്ന് എടുത്ത് കഴിക്കാം. അങ്ങനെയുള്ള പ്രസാദങ്ങളെല്ലാം കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പം അവിടെ വാട്ടർ ഫൗണ്ടൻ കണ്ടോ, നല്ല ഭംഗിക്ക് ഒരു വെറൈറ്റി രീതിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടാണ് വാട്ടർ ഡാൻസ് ഉള്ളത്. അപ്പോൾ നല്ല രസമാണ് അത് കാണാൻ. പല കളേഴ്സിൽ അവരുടെ കൊടിയുടെ ആ ഒരു കളറിലും, പിന്നെ അത് പോരാതെ തന്നെ ഒരുപാട് കളറിൽ ഇങ്ങനെ വെള്ളം വന്ന് ഡാൻസ് ചെയ്യുന്നത്, അത് നല്ലൊരു കണ്ണിന് നമുക്ക് കുളിർമയേകുന്ന മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അതേപോലെ തന്നെ ഈ ഭാഗത്തെല്ലാം വലിയ മലകളാണ്. ആ പാറയിലെല്ലാം ഇതേപോലെ ലൈറ്റൊക്കെ ഇട്ട് അവർ പല രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മത്രയെന്ന് തന്നെയാണ് പറയുന്നത്.
അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അപ്പം അതിൽക്കുട്ടന് കളിക്കാനാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് അവിടെ കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാനും നമ്മുടെ ഈ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റിയ നല്ല ഒരു സ്ഥലമാണ്. കായലല്ല, കപ്പലും അതേപോലെ തന്നെ നല്ല വാട്ടർ ഫൗണ്ടനും പൂക്കളും കടലും അതേപോലെ തന്നെ അവിടെ ഒരു സൂക്കുണ്ട്, മത്ര സൂക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ നടന്നാലും തീരാത്ത കണക്ക് എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ കിട്ടും. പക്ഷേ അതിനായിട്ട് ഒരു ദിവസം പോകണം. മത്ര സൂക്ക് ആണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഞങ്ങൾ നേരത്തെ സ്പ്രേയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചത്. അപ്പോൾ ഇന്നാളിൽ പോയപ്പോൾ അവിടുന്ന് കുറച്ച് കുമിഞ്ചാനെ, പിന്നെ അതേപോലെ തന്നെ മയിൽപ്പീലി, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു ദിവസം ഞാൻ പോയിട്ട് എൻ്റെ കുറച്ച് വീഡിയോ ഷോർട്ടായിട്ടുള്ള വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു ദിവസം അവിടെ പോയിട്ട് അവിടുത്തെ സാധനങ്ങളെല്ലാം കാണിച്ച് ഒരു വലിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു അതിമനോഹരമായ നമ്മുടെ പാട്ടാണ് ഓർമ്മ വരുന്നത്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. എന്ത് മനോഹരമായ വരികളാണല്ലേ. അപ്പം ഈ സുന്ദരമായ ഭൂമിയിൽ ഇതേപോലെ ഒരു ജന്മം കൂടി തരുമോ എന്നാണ് ഈശ്വരനോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിമനോഹരമായ ഈ കാഴ്ചകളൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഈശ്വരാനുഗ്രഹമാണ്. അപ്പോൾ ഇവിടെയെല്ലാം പോയിട്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും കൂടെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പം ഏകദേശം അത് 2 അമ്പലങ്ങളും തങ്ങളിൽ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് ഏകദേശം 1-2 ട്രാഫിക് സിഗ്നലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5-6 മിനിറ്റ് മതി കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്താനായിട്ട്. അപ്പോൾ ആ അമ്പലത്തിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമയമുണ്ട്. ഇപ്പം നമ്മൾ 6 മണിക്ക് 5 മണിക്ക് നട തുറക്കുകയാണെന്നുണ്ടെങ്കിൽ 5:30 വരെ കാണാൻ പറ്റുള്ളൂ ഭഗവാനെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നടയടയ്ക്കും. പിന്നെ 5:30 കഴിഞ്ഞാൽ 6 മണിക്കാണ് അവർ വീണ്ടും തുറക്കുന്നത്. അങ്ങനെ കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവിടെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ എങ്ങും വണ്ടി ഇടാൻ പാർക്ക് ചെയ്യാനായിട്ട് ഒട്ടും സ്ഥലം ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ച് കുറേ റൗണ്ട് അടിച്ചു. അവിടെ വലിയ വിശാലമായ കാർ പാർക്കിങ്ങിൻ്റെ സൗകര്യം ഉണ്ട് അങ്ങ് മുകളിലോട്ട് കയറി ചെന്നാൽ. പക്ഷേ അവിടെ എങ്ങും വണ്ടി ഇടാൻ സ്ഥലമില്ല. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും പള്ളിയൊക്കെയാണ് കേട്ടോ. എല്ലാ സഭക്കാരുടെയും പള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ റൗണ്ട് നമ്മൾ കറങ്ങി വന്നപ്പോഴത്തേക്കും ആ പള്ളിയുടെ ഒരു സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇന്നലെ മുരുകൻ്റെ എന്തോ വിശേഷാൽ പൂജയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിൽ പോയി അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽക്കുട്ടൻ ചോദിച്ചു നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പോൾ വീട്ടിൽ പോകണ്ട, എനിക്ക് മുരുകനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഐശ്വര്യ പറഞ്ഞു അതിൽക്കുട്ടൻ ഇവിടെ മുരുകൻ്റെ അമ്പലം ഇല്ലല്ലോ, നമുക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം എന്ന് പറഞ്ഞു. എനിക്ക് മുരുകനെ കാണണമെന്ന് പറഞ്ഞു അതിൽക്കുട്ടൻ അന്നേരം എന്തോ ഒരു വാശി. സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. അവിടെ ഭയങ്കരമായിട്ടും അതായത് പഴനിമല ആ മലയൊക്കെ വെച്ചിട്ട് കോവിൽ പോലെ വെച്ച് മുരുകൻ്റെ ഒരു പടവും എല്ലാം വെച്ചിട്ട് അതേപോലെ തമിഴ് എല്ലാവരും തമിഴ്നാട്ടിലുള്ള ഇവിടെയുള്ള എല്ലാവരും കൂടെ ഇങ്ങനെ കൂടിയിട്ട് ഭയങ്കരമായിട്ടുള്ള എന്തോ അവരുടെ ഫംഗ്ഷനായിരുന്നു. അതേപോലെ തന്നെ കാവടി എഴുന്നള്ളിപ്പ് മൂകാംബികയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കണ്ടു കാണുമല്ലോ, നമ്മൾ ഈ രഥം ഇങ്ങനെ വലിക്കുന്നത്. അതേപോലെ മുരുകൻ്റെ ഒരു അമ്പലം പോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിന് ചുറ്റിനും പ്രദക്ഷിണം വെച്ചിട്ട് ഈ രഥം വലിക്കുന്നത് പോലെ കയറ് കെട്ടി വലിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം കണ്ടു. അതേപോലെ തന്നെ നമ്മളും ആ രഥം ഒന്ന് ഇങ്ങനെ വലിച്ചു. അതിൻ്റെ ചുറ്റിനും കുറച്ച് എന്ന് വെച്ചാൽ ജസ്റ്റ് കൈ ഒന്ന് ടച്ച് ചെയ്തൊന്ന് വലിച്ചു. അത്രേ പറ്റത്തുള്ളായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. അപ്പം പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളവിടെ കൂടുതൽ സമയമൊന്നും നിന്നില്ല. അപ്പോൾ അവിടുത്തെ കുറേ ഫംഗ്ഷനുകളൊക്കെ കണ്ടു. അതേപോലെ കുറേ പേർക്ക് എന്തൊക്കെയോ അവാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ എത്താൻ കഴിഞ്ഞത്. കുറേ സമയം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ സമയം എടുത്തായിരുന്നു. അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് എന്തായാലും ഇതെല്ലാം കുറച്ച് ഒരു പകുതിയോളം കാര്യങ്ങൾ നമുക്ക് കാണാനും അതിൽ പങ്കെടുക്കാനും വിചാരിക്കാതെ അവിടെ അതിൽ എത്തി എന്നുള്ളതാണ് ഇതിനെക്കാട്ടിയൊക്കെ ഭയങ്കര സന്തോഷകരമായൊരു കാര്യം. അപ്പോൾ നമ്മൾ വിചാരിക്കാതെ ഓരോ കാര്യങ്ങളിൽ അതായത് മംഗള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാവുമല്ലോ.
അപ്പം ഞങ്ങൾ വിചാരിച്ചു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങ് പോവാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവസാന നിമിഷം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും പറ്റി. അതേപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനും പറ്റി എന്നുള്ളതാണ്. ഈ കാണുന്നതാണ് ദേ കണ്ടോ, അവരിങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് വരുന്നതാണ്. കാവടിയൊക്കെ എടുത്തു, കൊട്ടുണ്ടായിരുന്നു, കുഴലുണ്ടായിരുന്നു. അതിന് പുറകിലാണ് ഭഗവാന്റെ രഥം വലിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ഒരു നല്ല ഒരു കാര്യം നമ്മുടെ കാണാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ആ ഒരു ഭക്തി നിർവൃതിയിൽ ഇങ്ങനെ നമുക്കും പങ്കുകൊള്ളാൻ പറ്റി എന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷകരമായ കാര്യമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിൽ കുറച്ച് നേരം അവിടെ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ നേരമൊന്നും അവിടെ നിന്നില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വയറൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ വരുന്ന വഴിക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ അവിടെ കയറി ഫുഡൊക്കെ കഴിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ ഈ കാവടി എഴുന്നള്ളത്തും അതേപോലെ രഥം വലിക്കുന്നതും അതെല്ലാം കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരുപാട് താമസിക്കാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏകദേശം 10:30 ആയിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ലൈവ് ഉള്ളതാണ്. ഇന്ന് ശനിയാഴ്ച നമുക്ക് ലൈവില്ല, ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ലൈവിൽ ഏകദേശം നമ്മുടെ നാട്ടിൽ 2:30-ക്കാണ് ലൈവ് തുടങ്ങിയിട്ട് 4:30 ആകുമ്പോഴാണ് തീരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇനിയിപ്പം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്താ വെച്ചാൽ നോമ്പ് തുറയൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ, സ്നാക്സ് ഉണ്ടാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഇവിടുത്തെ 12:30 എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ടിലെ 1:30 2 മണിക്ക് ആക്കിയാലോ എന്നിങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ 2 മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങാം നമ്മുടെ ലൈവ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് പറയണം. അപ്പം ദേ കണ്ടോ, ഈ പറഞ്ഞതാണ് ഞാൻ കണ്ട രഥം ഇങ്ങനെ കയറ് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നതാണ്. ഭയങ്കര ജനമായിരുന്നു, എന്ന് പറയാൻ പറ്റാത്ത കണക്കുള്ള ജനങ്ങളായിരുന്നു. അപ്പോൾ നമ്മളെയൊക്കെ ഉന്തി തള്ളി സൈഡിലോട്ടൊക്കെ ആക്കി നമ്മൾ അതിരിക്കുട്ടനെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുകയായിരുന്നു. അപ്പോൾ ഒമാനിലുള്ള അതിമനോഹരമായ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള തുളസിത്തറയാണ്. ടാറ്റാ.